പുയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായേ നമഃ. ഞാൻ ഷെറിൻ പുയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എന്നോട് സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് സ്വാമി എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശരിക്കും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, ബിസിനസ് പരമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാവാം. അത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾക്ക് തോന്നുമ്പോ ആ പ്രശ്നം എങ്ങനെയാണ് മറികടക്കുക എന്നത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖം എങ്ങനെ മാറും, എങ്ങനെ മാറ്റും എന്നാണ് നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരു കാര്യം. അവർ അതിനു വേണ്ട കൃത്യമായ മെഡിസിൻസ്, അത് കൃത്യമായ തവണകളിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുടെ അസുഖങ്ങൾ മാറുന്നു. ആ അസുഖം മാറുന്നതും ആ അസുഖങ്ങളെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ചിലപ്പോൾ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റുകളും പറയുന്നത്. ഇതുപോലെ വളരെ സിമ്പിൾ ആണ് നമ്മുടെ ലൈഫ്. നമ്മളുടെ ജീവിതത്തിലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നില്ലെങ്കിൽ അവിടെ നമ്മളുടെ ശക്തി കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. നമ്മളിലേക്ക് സമ്പത്തെത്താനുള്ള ഒരു സാഹചര്യമില്ല. അവിടെ ഒരു ബന്ധനം വന്നിട്ടുണ്ട്, ഒരു സ്തംഭനം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, മനുഷ്യനാണ് ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാരാണ്. നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്ത ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ട് ഒരു റിസൾട്ട് വരാതിരിക്കുമ്പോഴാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നത്. എന്തുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട്, ഞാൻ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. നമ്മളൊരു ബിസിനസ്സിന് ഒരു ഓർഡർ എടുക്കാൻ വേണ്ടി ഇത്ര എഫേർട്ട് എടുത്ത് അവിടെ ചെയ്യാവുന്ന മനുഷ്യന്റെ ബുദ്ധിപരമായിട്ടുള്ള എല്ലാ കളികളും കളിച്ചിട്ടും ആ ഓർഡർ നമുക്ക് ക്യാൻസൽ ആവുന്നു. നമ്മളിലേക്ക് സാമ്പത്തികമായി എത്താത്ത അവസ്ഥ. കർമ്മത്തിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നു, കാലത്ത് 4 മണിക്കും 5 മണിക്കും എണീറ്റ് ബിസിനസ് ചെയ്യാനായിട്ട്, അതൊരു തട്ടുകടയാവട്ടെ, അല്ലെങ്കിൽ ഒരു ഹോട്ടലാവട്ടെ, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് സാമ്രാജ്യമാവട്ടെ, അവിടെ ഒരു ഫണ്ടിന്റെ ഒഴുക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് പിടിച്ചു നിൽക്കാനും വളരാനുമുള്ള ഒരു സാഹചര്യം. ബിസിനസിനെ അട്രാക്ട് ചെയ്യണം. അതിന് ബിസിനസ് പ്ലാനുകളും പ്രവർത്തന രീതികളും എല്ലാം പ്ലാൻ ചെയ്തിട്ടും നമുക്ക് അവിടെയും ഒരു ബന്ധനം, അവിടെയും ഒരു സ്തംഭനം സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരേണ്ട ഒരു ഭാഗ്യം, നമ്മളിലേക്ക് വരേണ്ട എല്ലാ തരത്തിലുമുള്ള അനുഭവിക്കാനുള്ള ഒരു യോഗം നമ്മളിൽ ഇല്ലാത്ത അവസ്ഥയാണ്. നമ്മളുടെ ശക്തി കുറഞ്ഞിരിക്കുന്ന അവസ്ഥ. ആ ശക്തി കൂട്ടാൻ ഇന്ന് എനിക്ക് അഭിമാനത്തോടു കൂടിയും സത്യസന്ധമായിട്ടും 100% ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും, വിഷ്ണുമായ സ്വാമിക്കും ചാത്തന്മാർക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലെ കൃത്യതയോടെയും വ്യക്തതയോടെയും നിങ്ങൾ കൃത്യമായിട്ട് പൂജകളിലും ഹോമങ്ങളിലും പങ്കെടുക്കുന്നവർ, ഞാൻ വ്യക്തമായി പറയുന്നു, അത് ചെയ്യണം. നമ്മൾ കുളിക്കുക എന്ന പ്രോസസ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? കുളിച്ചാൽ നമ്മുടെ മേത്തു നിന്നുള്ള അഴുക്കുകൾ പോവും, നമുക്കൊരു റിഫ്രഷ്മെന്റ് കിട്ടും. കുളിക്കാനുള്ള പണം കൊടുത്തു വെച്ച് ബക്കറ്റിൽ വെള്ളം നിറച്ചു വെച്ച് അത് കുളിക്കുന്നില്ല എങ്കിൽ നമുക്ക് കുളിച്ച സുഖം കിട്ടില്ല. അത് 100% നമുക്കറിയാവുന്ന കാര്യമാണ്. പലരും അമ്പലങ്ങളിലും പലതരത്തിലുള്ള മതപരമായിട്ടുള്ള സ്ഥലങ്ങളിലും വഴിപാടുകൾ സമർപ്പിക്കുന്നുണ്ട്, പണം ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഭാഗമായിട്ട് അവർ അവിടെ ചെന്ന് പോയി പ്രാർത്ഥിക്കുകയോ അവരുടെ പ്രാർത്ഥനാ രീതികളിൽ ഭാഗമാവുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഇത് ഞാൻ അമ്പലമായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്നോട് എന്തു വഴിപാട് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എല്ലാവരും. പക്ഷെ വഴിപാട് ചെയ്താൽ നമുക്ക് സങ്കല്പ രീതിയിൽ പൂജകൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ എനർജി ലെവലിൽ വന്ന മാറ്റം, നമ്മളൊരു ശക്തിയായിട്ട് വളരെ പോസിറ്റീവ് എനർജിയുമായിട്ട് നമ്മൾ ഒരു ബിസിനസ് ഡീലിൽ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഡീൽ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ഒരു മൊബൈലിൽ 100% ചാർജിൽ നിൽക്കുമ്പോൾ ആ മൊബൈൽ നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാനുള്ള കോൺഫിഡൻസ് ഉള്ള പോലെ നമ്മൾക്ക് 100% ചാർജിൽ നിൽക്കുമ്പോൾ എന്ത് പ്രശ്നങ്ങളെയും നേരിടാൻ പറ്റുന്ന ഒരു ശക്തി നമുക്ക് തന്നെ ഫീൽ ചെയ്യുമ്പോൾ എന്ത് പ്രശ്നങ്ങളെയും നമുക്ക് കടന്നു പോവാനും അതിലെടുക്കുന്ന തീരുമാനങ്ങൾ 100% കറക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ബാറ്ററി അതുപോലെ വീക്കായി മൊബൈലിലെ ചാർജ് പോകുന്നു. ആ ഒരു അവസ്ഥ വരുമ്പോ നമ്മൾ എന്താ ചെയ്യുക? ചാർജ് ചെയ്യണം, ഇല്ലെങ്കിൽ മൊബൈൽ ഇപ്പോ ഓഫ് ആവും.
അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ മൊബൈലിനെ കുറിച്ച് ഇത്രയധികം നമ്മൾ അലേർട്ട് ആണെങ്കിൽ നമ്മളിലെ ചാർജ് പോയതും നമ്മളിലെ ശക്തി പോയതും നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോ അതിനെ പോസിറ്റീവായിട്ട് അഭിമുഖീകരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളിലെ ശക്തി ചോർന്നു പോകുന്ന അവസ്ഥയുണ്ടായാൽ ആ ശക്തിപ്പെടുത്തേണ്ടത് നമ്മൾ ചെയ്യേണ്ടതല്ലേ? അത്രയേ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ശക്തി കൂട്ടുക. മാസത്തിൽ ഒരിക്കലെങ്കിലും, ഇനി അത് പറ്റുന്നില്ലെങ്കിൽ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പൂജകളിലും ഹോമങ്ങളിലും നിങ്ങൾക്ക് അനുസൃതമായ അഭിവൃദ്ധിക്ക് ആരോഗ്യം വേണോ, അതിനുള്ള ഹോമങ്ങളുണ്ട്. നിങ്ങൾക്ക് സമ്പത്ത് വേണോ, അതിനുള്ള ഹോമങ്ങളുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള പൂജാവിധികളുണ്ട്. അത് നമ്മൾ ചെയ്യണം. സീരിയസ് ആയിട്ട് തന്നെ അതിനെ നോക്കിക്കാണണം. കാരണം എന്തുകൊണ്ടാ? ജീവിതത്തിൽ വിജയിക്കണം. ഈ ഭൂമി തന്നെയാണ് സ്വർഗം. ഈ ഭൂമിയിൽ നമ്മളുടെ ഫാമിലി തന്നെയാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും സുന്ദരമാക്കാൻ പോകുന്നത്. ആരോഗ്യമുള്ള ഒരു ജീവിതം, സന്തോഷമുള്ള ഒരു ജീവിതം ആരാണ് ആഗ്രഹിക്കാത്തത്? എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നടക്കാതെ വരുമ്പോ ഇതൊന്നും നടക്കുന്നതല്ല എന്ന് ചിന്തിച്ച് വെറുതെ കുറ്റം പറഞ്ഞ് ജീവിച്ച് മരിച്ചിട്ട് എന്ത് കാര്യം? ആൾക്കാർ വിജയിക്കുന്നുണ്ടെങ്കിൽ അവർ വിജയിക്കുന്നത് എന്തുകൊണ്ട്? അവരെന്തുകൊണ്ട് ആ പ്രോസസ്സ് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല? മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്താലും അത് അവർ വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ആരും പറഞ്ഞു കൊടുക്കാറില്ല. ഞാൻ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും പൂജിച്ചു മനസ്സിലാക്കിയ കാര്യം വെറുതെ പൂജകൾ നടത്തുകയല്ല ചെയ്തത്. അതിൽ നിന്ന് സ്വാമി തരുന്ന അതിശക്തമായ എനർജി സ്വീകരിക്കുകയും അതിനനുസൃതമായി ബിസിനസ് ചെയ്യുക, അതിനനുസൃതമായിട്ടുള്ള നമ്മുടെ കരിയറുകളിൽ ഇറങ്ങി ഇടപെടുക, നമുക്ക് സാമ്പത്തികം വരേണ്ട സ്ഥലങ്ങളിൽ പോയി സാമ്പത്തിക പ്രവർത്തികൾ ചെയ്യുക. അപ്പോൾ പണം നമുക്ക് കിട്ടും. നമുക്ക് ആരോഗ്യം കിട്ടേണ്ടടുത്ത് ആരോഗ്യം കിട്ടും. നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചു, നല്ല ഡയറ്റ് കഴിച്ചു, അത് നല്ല രീതിയിൽ ദഹിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ പൂർണ്ണമായിട്ടുമുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ എടുത്താലും നമ്മുടെ ശരീരം അതിന് അനുവദിക്കണമില്ല. അത് കൺട്രോൾ ചെയ്യുന്നത് വേറെ ഏതോ ഒരു ശക്തിയാണ്. ആ ശക്തിയെ നമ്മൾ പ്രകൃതി ശക്തി എന്നോ ദൈവമെന്നോ വിഷ്ണുവായ സ്വാമി ചാത്തന്മാരെന്നോ അല്ലെങ്കിൽ ഏതു മതപരമായ കാര്യങ്ങളാവട്ടെ അതാണ് എന്നൊരു ബുദ്ധിയെങ്കിലും ഒരു ബോധമെങ്കിലും ഒരു ചിന്തിക്കാനുള്ള ഒരു ചെറിയെങ്കിലും കഴിവുള്ള ഒരു ചെറിയ കുട്ടിക്ക് വരെ അത് മനസ്സിലാക്കാൻ പറ്റുന്നു. അവൻ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ ഒരു ദൈവാനുഗ്രഹം, പ്രകൃതിയുടെ ഒരു നിമിത്തം അതൊക്കെ ഉണ്ടാവുമ്പോഴാണ് എന്റെ ജീവിത വിജയം ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള ഒരു ജീവിത വിജയം നേടുന്നതിന് വേണ്ടി നമ്മൾ എത്ര ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തോട്ടെ, എത്ര നോളജ് ഉള്ള ആളായോട്ടെ, പ്രവൃത്തി ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മളൊന്ന് നടന്ന് ആ 100 മീറ്റർ എത്തുന്നതിന് മുമ്പ് അറ്റാക്ക് വന്ന് മരിച്ചു പോവാണെങ്കിൽ നമ്മൾ എത്ര പ്ലാൻ ചെയ്തിട്ട് എന്താ കാര്യം? ആ അറ്റാക്ക് സംഭവിക്കുന്നത് ആ നിമിഷത്തെ കുറിച്ച് കൺട്രോൾ ചെയ്യുന്നത് വേറെ ആരുമാണ്. അങ്ങനെയുള്ള ഒരാളുടെ അനുഗ്രഹം കിട്ടിയാൽ മാത്രമാണ് ആ ഒരു ചെറിയൊരു കാര്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടത്താൻ പറ്റുമെന്നുള്ള ഒരു കോമൺ സെൻസ് നമുക്ക് വന്നാൽ അതിന്റെ പേര് ദൈവമെന്ന് നമുക്ക് വിളിക്കാം. ആ ദൈവത്തിനെ നമുക്ക് അനുകൂലമാക്കി നിർത്തുന്ന അനുകൂലമായ എനർജി നമ്മളിലേക്ക് എത്താനുള്ള പ്രോസസ് നമ്മൾ ചെയ്യണം. ചെയ്ത് മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും നമ്മൾ കൃത്യതയോടുകൂടി ചെയ്താൽ നമ്മുടെ ജീവിതം വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ജീവിത വിജയം നേടാൻ ഇതിനും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയാലും നടക്കില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. കൃത്യതയോടും വ്യക്തതയോടും കൂടിയിട്ട് നിങ്ങൾ പ്രോസസ്സിന്റെ ഭാഗമാവുക. നിങ്ങളുടെ ജീവിതം വിജയിക്കും. എല്ലാവർക്കും നല്ലൊരു ജീവിത വിജയം ഉണ്ടാവട്ടെ. അങ്ങനെ വിജയിക്കുന്ന ഒരു തലമുറ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. താങ്ക് യു.